നമസ്കാരം. ബിഗ് ബോസ് ഇന്ന് രാവിലെ വേക്കപ്പ് സോങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അഭിലാഷ് എല്ലാ ക്യാപ്റ്റന്മാരെ വിളിച്ചൊരു ചെറിയ മീറ്റിംഗ് പോലെ നടത്തി. അതിനകത്ത് മുഖ്യമായ സംഭവം വെസൽ ടീമിന്റെ ആയിരുന്നു. ബാക്കിയെല്ലാം ഓക്കെയാണ്. വെസൽ ടീമിലെ അനീഷ് പറയുന്നു, ആരും കുടിച്ച ഗ്ലാസോ പ്ലേറ്റോ ഞങ്ങൾ കഴിയാം. സത്യം തന്നെയാണ്. സ്വന്തം ഗ്ലാസോ പ്ലേറ്റോ എവിടെയാണെങ്കിലും, സ്വന്തം വീട്ടിലാണെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ഹൗസ് അല്ലേ, അവിടെ കഴുകി വെക്കുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? മിക്കവരും അവിടെ വർത്താനം പറഞ്ഞ് അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് ഞങ്ങൾ കഴുകില്ല 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 എന്ന് അനീഷിന്റെ സ്വസിദ്ധമായ രീതിയിൽ അനീഷ് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ അഭിലാഷ് ചോദിക്കുന്നു, നീ പിന്നെ ചേർന്നപ്പോ എന്താ അവിടെ നിനക്ക് വേറെ മാറ്റി തട്ടെന്നൊക്കെ ചോദിക്കുന്നു. അത് ക്യാപ്റ്റന്റെ ഇഷ്ടം, ഞാൻ എന്താണെങ്കിലും സ്വീകരിക്കുന്നതൊക്കെ, പക്ഷെ മാറ്റിയിട്ടില്ല. പിന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്, ഇന്നലെ കിട്ടിയ കോയിൻസ് ഇന്നലെ വേണമെങ്കിൽ മൃഗങ്ങൾക്ക് കൊടുക്കാമായിരുന്നു, അവരുടെ പ്രകടനം അനുസരിച്ച്. ആരും കൊടുത്തില്ല. അഭിലാഷ് മാത്രമാണ് ആര്യന് ഒരു കോയിൻ കൊടുത്തത്. ഇന്നും ബിഗ് ബോസ് പറയുന്നു, ഇന്ന് ആ കോയിൻസ് ഇന്നലത്തെ പ്രകടനത്തിനനുസരിച്ച് ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അത് പണിപ്പുരയിലെ സാധനങ്ങൾ എടുക്കാൻ ഉപകരിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഒനിയിലും ഷാനവാസും മസ്താനിയും അവർ ഈ കോയിൻ വെച്ച് മറ്റെന്തോ വലിയ കാര്യം നടക്കും. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ കോയിൻ കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് ബിഗ് ബോസ് എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്നിട്ടും ഇവർ മൂന്നുപേരും ആർക്കും കോയിൻ കൊടുത്തില്ല. ബാക്കി കിട്ടിയവരെല്ലാം, അതായത് വേദലക്ഷ്മി ഉൾപ്പെടെ, വേദലക്ഷ്മി കൊടുക്കുന്ന ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല, അവരുൾപ്പെടെ കോയിൻസ് അനീഷിന്, ആര്യന്, ജിസേലിന് ഒക്കെ, ഷാബുമാന് ഒക്കെ ആയിട്ട് അത് വീതിച്ചു കൊടുത്തു. കാരണം അവര് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, അവർ പണിപ്പുരയിൽ പെടുന്ന എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ട് വരും എന്നുള്ളതിൽ അവർക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, കൊടുത്തു. ഇപ്പം നടക്കുന്ന സംഭവം എന്ന് ചോദിച്ചാൽ അതിഭയങ്കരമായ യുദ്ധം അനുമോളും ഒനിയിലും കൂടെ നടക്കുകയാണ്. കാരണം അനുമോൾക്ക് ആരും കോയിൻ കൊടുത്തില്ല, മനസ്സിലായോ? അനുമോൾക്ക് ആരും, റെനയ്ക്കും കൊടുത്തില്ല. പക്ഷേ എങ്കിൽ റെനയ്ക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ അനുമോൾക്കാണ് അത് ഫീൽ ചെയ്തത്. അനുമോൾക്ക് സാധനം പിടിച്ചില്ല. അപ്പോൾ ഒനിയിലിനെ കുറ്റം പറയുന്നു, ഇത് വെച്ചോണ്ടിരുന്നാൽ വലിയ സംഭവമാണെന്ന് വെച്ചാൽ. അപ്പം ഇന്നലത്തെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പായസത്തിലെ ബുദ്ധിമുട്ട്, അത് കരിഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞ് ഒനിയിൽ ശബ്ദം ഉണ്ടാക്കുന്നു. അങ്ങനെ ആർക്ക് കൊടുത്താലും ഞാൻ അനുമോൾക്ക് കൊടുക്കില്ലായിരുന്നു ഒനിയിൽ എടുത്തെടുത്ത് പറയുമ്പോൾ അനുമോളെ അത് വല്ലാതെ ട്രിഗർ ചെയ്ത് അനുമോൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒനിയിലും അതനുസരിച്ച് എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് അത്രയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. വലിയ കാര്യമായ, സത്യമായി ഇന്നും ഒരു ബോറിംഗ് ഡേ ആയിരുന്നു. പ്രത്യേകിച്ച് കാര്യമായ ഒരു ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ ഒന്നും നടന്നില്ല. പിന്നെ ഷാനവാസും അനീഷും തമ്മിൽ എന്നത്തെ ടോക്ക്, എന്നും നടക്കുന്ന ടോക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നീ അങ്ങനെ പറഞ്ഞു, നീ എൻ്റെ കയ്യെ കടിച്ചു, ഞാൻ നിന്നെ മനസ്സിലാക്കി, നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് അനീഷ് പറയുന്നു. ഷാനവാസ് പറയുന്നില്ല, ഞാൻ മാത്രമേ നിന്നെ ഇവിടെ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ കുറേ ആസ് യൂഷ്വൽ ടോക്സ് നടക്കുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ ഇപ്പം കൊടുമ്പിരി കൊണ്ട് ഈ നിമിഷവും അനുമോളും ഒനിയിലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അഭിലാഷ് പക്ഷേ രണ്ടിടത്തും നിൽക്കുന്നുണ്ട്. അനീഷ് രണ്ട് വണ്ടിയിലും വള്ളത്തിലും കാല് വെച്ചാണ്. അവിടെ ഒരു എന്ന് പറഞ്ഞു, ഇവിടെ വന്നപ്പം അഭിലാഷ് പറയുന്നു അങ്ങനെയല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് പറയുന്നു. അപ്പുറത്ത് അതല്ല പറഞ്ഞത്.